പാലക്കാട് ഒറ്റപ്പാലം വിദ്യാധിരാജ IITയിലെ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ വിശദീകരണവുമായി പ്രധാന അധ്യാപകൻ രംഗത്തെത്തി. പരിക്കേറ്റ സാജനും മർദ്ദിച്ചു എന്ന് പറയുന്ന കിഷോറും നല്ല സുഹൃത്തുക്കളാണെന്നും സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്ന് കിഷോറിന്റെ അച്ഛൻ പറഞ്ഞു. ഒറ്റപ്പാലത്തെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ വിശദീകരണവുമായി ITI അധികൃതരും പോലീസ് കേസെടുത്ത കിഷോറിന്റെ കുടുംബവും രംഗത്തെത്തി. വിദ്യാർത്ഥികളെക്കുറിച്ച് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും സാജനെ മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന കിഷോർ ക്ലാസ്സിൽ ആയുധം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഒറ്റപ്പാലം ITIയിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞു. എനിക്ക് രണ്ടുപേരെയും ഇതിൽ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇവർ 6 മാസമായിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പരിചയം വരുന്നത്. ഈ 6 മാസമായിട്ടും ഈ കുട്ടികളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ പരാതികളോ ക്ലാസ്സിൽ വരാത്തതോ ഇവിടെ യാതൊരു കച്ചറയും ഈ 2 കുട്ടികളും ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അങ്ങനെയൊന്നും ആയുധങ്ങളൊന്നും നമുക്ക്, കാരണം ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല. ബോധപൂർവമാണ് മകന് നേരെ അക്രമം നടന്നതെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണെന്നും സാജന്റെ പിതാവ് പറഞ്ഞു. ഈ പ്രതി കൂടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ സ്വാധീനിച്ചിട്ട് സഹതാപം പിടിച്ചു പറ്റി ഇത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ആ CCTV ക്യാമറയിൽ വളരെ വ്യക്തമാണ്. ഒരു പിന്നിലൂടെ വന്ന് മനഃപൂർവ്വം കഴുത്തിൽ പിടിച്ച് മുറുക്കി മാറത്ത് പിടിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുന്നത് നമുക്ക് കാണാം. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. അതിനുശേഷം അസ്വസ്ഥനായ മോൻ എണീറ്റ് നിൽക്കുമ്പോൾ പിന്നാക്കം പോയ പ്രതി മുന്നിലേക്ക് ആ ബെഞ്ചിലേക്ക് കയറി വന്ന് ഇടിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. സാജന്റെ മൂക്കിന് പരിക്കേറ്റത് മർദ്ദനത്തിനിടെ വീണപ്പോൾ ക്ലാസ്സിലെ ബെഞ്ചിൽ ഇടിച്ചാണെന്ന് കിഷോറിന്റെ അച്ഛൻ പറഞ്ഞു. സാജന്റെ പിതാവും ജ്യേഷ്ഠനും കിഷോറിനെ ഭീഷണിപ്പെടുത്തിയെന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു. ഇടികൊണ്ടു പറഞ്ഞുള്ള കുട്ടിയുടെ അച്ഛൻ കൊടുത്തിരിക്കുന്ന FIRൽ ഒരു വസ്തുത ഇല്ലാന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അതെല്ലാം കെട്ടിച്ചമച്ചതാണ്. ശരിക്കും അവിടെ വിഷ്വലുണ്ട്, CCTV ദൃശ്യങ്ങളിലെല്ലാം പതുങ്ങിയിരിക്കുന്നത്. കിഷോർ മൂക്കത്ത് ഇടിക്കുന്നതായിട്ടുള്ള ഒന്നും കാണുന്നില്ല, ഒരു മാരകായുധങ്ങളും ഇല്ല. ഈ സംഭവം നടന്ന ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ട് അയാളുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഞാനൊരു ലോയറാന്നുള്ള കാര്യം നിങ്ങൾ മറന്നോ, ഏതെല്ലാം വകുപ്പുകൾ ചേർത്തിട്ട് നിങ്ങളെ അതിനെ ഉള്ളിലാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചേർത്തിട്ട് പുറം ലോകം കാണാത്ത രീതിയിൽ ഉള്ളിലാക്കുന്ന പറഞ്ഞിട്ടൊരു ഭീഷണിയിലാണ് ഇയാൾ പോയിരിക്കുന്നത്. സംഭവത്തിൽ കിഷോറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19-ന് ഒറ്റപ്പാലം വിദ്യാധിരാജ ITIയിലായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. മൂക്കിന് ഗുരുതര പരിക്കേറ്റ സാജൻ തൃശൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.